ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ലക്ഷങ്ങളുടെ നിക്ഷേപ തട്ടിപ്പ്, സ്വകാര്യ സ്ഥാപന മാനേജർ അറസ്റ്റിൽ. എറണാകുളം നെറ്റ്സ്റ്റാർ ഭവനം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന NM നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ പണമിടപാട് കമ്പനിയുടെ ചുങ്കത്തറ ബ്രാഞ്ചിലെ മാനേജറാണ് പ്രതി. ചുങ്കത്തറ പള്ളിക്കുത്ത് താമസിക്കും പ്രവാസിയായ കാവുങ്ങൽ വർഗീസ് കെവി എന്നയാളുടെ പരാതിയിൽ എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് എടക്കര SI അസൈനാർ M പ്രതിയായ CA മാത്യു എന്ന മോഹൻ ചിരട്ടോലിൽ വീട് പനമണ്ണ പള്ളിക്കുത്ത് ചുങ്കത്തറ മലപ്പുറം എന്നയാളെയാണ് ചുങ്കത്തറ ബ്രാഞ്ചിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരനായ വർഗീസ് കെവി തന്റെ ഭാര്യയുടെയും മക്കളുടെയും പേരിൽ കഴിഞ്ഞ വർഷം 8/1/2024 മുതൽ 7/7/2024 വരെയുള്ള തീയതികളിൽ വിവിധ തവണകളിലായി നിക്ഷേപിച്ച 51,20,000 രൂപ ഡെപ്പോസിറ്റായി കൈപ്പറ്റിയ ശേഷം കാലാവധി പൂർത്തിയായിട്ടും പലിശയോ മുതലോ തിരിച്ചു നൽകാതെ വഞ്ചന നടത്തിയതിനാണ് എടക്കര പോലീസ് കേസെടുത്തത്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി എടക്കര പോലീസ് ചുങ്കത്തറ ബ്രാഞ്ചിലെത്തി പരിശോധന നടത്തി തെളിവിലേക്കായി വിവിധ രജിസ്റ്ററുകളും കമ്പ്യൂട്ടറുകളും കസ്റ്റഡിയിലെടുത്തു. 28 വർഷം ഇന്ത്യൻ പട്ടാളത്തിൽ ജോലി ചെയ്ത ശേഷം ക്യാപ്റ്റനായി പിരിഞ്ഞ ശേഷം വിവിധ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത പ്രതി 2020 ഒക്ടോബർ മാസത്തിലാണ് നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡിന്റെ ചുങ്കത്തറ ബ്രാഞ്ചിൽ സീനിയർ മാനേജറായത്. ഉയർന്ന പദവിയും ബന്ധവും ഉപയോഗിച്ച് പ്രതി ഉയർത്തുന്ന പലിശയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പുകൊടുത്താണ് നിക്ഷേപകരെ ആകർഷിച്ചത്. തന്മൂലം നിരവധി പേർ കമ്പനിയിൽ വലിയ തുക നിക്ഷേപിക്കുകയായിരുന്നു. അടുത്തിടെ നിക്ഷേപകർക്ക് പലിശ ലഭിക്കാതെ വന്നപ്പോൾ കൂട്ടത്തോടെ ബ്രാഞ്ചുകളിൽ പണം ആവശ്യപ്പെട്ട് ചെല്ലാൻ തുടങ്ങി. തുടർന്ന് സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ നിക്ഷേപകർക്ക് സംശയം തോന്നി. ആയത്തിൽ നിക്ഷേപകർ ബഹളം വെക്കാൻ തുടങ്ങി. കുറച്ചുകാലം പല കാരണങ്ങൾ പറഞ്ഞ് നിക്ഷേപകരെ സമാധാനിപ്പിച്ചു നിർത്തി. കൂടുതൽ പണം നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചു. പ്രതിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിലാണ് കസ്റ്റമേഴ്സിന്റെ നിക്ഷേപങ്ങൾ ബാങ്കിലെ ബന്ധപ്പെട്ടവർ വക മാറ്റി ലക്ഷങ്ങളുടെ ഭൂമി, കെട്ടിടങ്ങൾ എന്നിവ പലയിടത്തും വാങ്ങിക്കൂട്ടിയതാണ് കമ്പനി തകരാൻ കാരണമെന്നാണ് പ്രതി പറയുന്നത്. ചുങ്കത്തറ ബ്രാഞ്ച് പ്രവർത്തിച്ചിരുന്ന ചുങ്കത്തറ അങ്ങാടിയിലെ പുത്തൻപുരയ്ക്കൽ ബിൽഡിംഗ്സിന്റെ ഉടമയായ സാബുവിന്റെ മകളും മകനും മകളുടെ ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും അടങ്ങുന്നതാണ് നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ്. മാസങ്ങൾക്ക് മുൻപ് നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് ആൻഡ് നെറ്റ്സ്റ്റാർ ഇൻവെസ്റ്റ്മെന്റിന്റെ സഹോദര സ്ഥാപനമായ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നതും നിരവധി ബ്രാഞ്ചുകളുള്ള സ്ഥാപനം അടുത്തിടെ പൊട്ടിയിരുന്നതുമാണ്. നിക്ഷേപകരുടെ പരാതിയിൽ പത്തനംതിട്ട പോലീസ് നെടുമ്പറമ്പിൽ രാജുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ പിടിക്കപ്പെട്ട സ്ഥാപനത്തിന് കേരളത്തിനകത്തും പുറത്തുമായി 200ഓളം ശാഖകൾ ഉണ്ടെന്നാണ് പറയുന്നത്. പണം നഷ്ടപ്പെട്ട കൂടുതൽ നിക്ഷേപകർ കോടതിയെയും പോലീസിനെയും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാസ ജീവിതം നയിച്ചതിനു ശേഷം മിച്ചം വന്ന പണം വാർദ്ധക്യ ചെലവിനായും ചികിത്സയ്ക്കുമായി നീക്കിവെച്ച സീനിയർ സിറ്റിസൺസ് ആണ് പണം നഷ്ടപ്പെട്ടവരിൽ ഭൂരിഭാഗവും. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ DYSP സാജു K എബ്രഹാമിന്റെ മേൽനോട്ടത്തിൽ എടക്കര പോലീസ് ഇൻസ്പെക്ടർ ബാബു E, SI സതീഷ് കുമാർ, SCPOമാരായ സുനു നൈനാൻ, ബിജിത, അഖിൽ TV, CPO റസീന എന്നിവരാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് തുടരന്വേഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Celebrating Viva by Shobika Weddings.